പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും കാര്യമായിട്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് കുറച്ച് ചെടികളുടെ വിശേഷമാണ് പറയണത്. നമ്മളെ തെച്ചി തൂണുമ്മലുള്ള ഇതൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ആല് വെച്ചിരുന്നല്ലോ, ആല് പെട്ടെന്ന് നല്ല തേപ്പൊക്കെ വന്നിട്ട് നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ. ആലുമേ നല്ല ഇല നിറഞ്ഞ് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ചെയ്തത് നമ്മൾ കുളത്തിനൊരു നെറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നെറ്റിങ്ങനെ ഒരു പൈപ്പിനിങ്ങനെ ചെയ്ത് വെച്ചതാണ്. ഇത് ഈ പൊന്മാനൊക്കെ വന്ന് കാണ്ട് ഈ മീനുകളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മീനിനെ ഇട്ടപ്പോൾ തന്നെ നമ്മൾ വല ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വല ഇങ്ങനെ ഇത് എടുത്താൽ മതി കേട്ടോ. എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് നീക്കി വെക്കലാണ്. നിങ്ങളല്ല കുറച്ച് മീനേ ഉള്ളൂ കേട്ടോ. അത് കൂടുതലൊന്നും ഇതിൽ മീനിട്ടിട്ടില്ല. വെള്ളം കുറച്ച് അയക്കായിട്ടുണ്ട്. വെള്ളം നമ്മളങ്ങനെ മുക്കി വെച്ച് കളയലില്ല കേട്ടോ. നമ്മൾ ഈ ചെടി നനക്കാൻ ഉപയോഗിക്കലാണ്. അതാണ് വെള്ളം ഇങ്ങനെ അയക്കായി കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് ഓരോ ദിവസവും ഇത് മുക്കി നനക്കലാണ്. തീറ്റ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ തീറ്റ അവർ തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഫുള്ള് മുക്കി വെച്ചിട്ട് വേറെ വെള്ളമാക്കും. ഇത് ഡെയിലി ചെയ്യണതാണ് കേട്ടോ. ഫുള്ള് തീർക്കില്ല. ഈ ചെടികളൊക്കെ നനക്കാനുള്ള വെള്ളം നമ്മൾ ഇതിൽ നിന്ന് ഉപയോഗിക്കലാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി അതിലവിടെ നിർത്തുന്നത്. അപ്പോൾ നമ്മളിതിലൊരു 3/4 ഭാഗം വെള്ളം മുക്കിയിട്ട് ഈ ചെടികൾക്കൊക്കെ നനക്കും. ധാരാളം ചെടികളുണ്ടല്ലോ. ബിഗോണിയ ഉണ്ടോ, ബിഗോണിയ ചെടി. ഇതിൻ്റെ ചുറ്റുപാട് നമ്മൾ ചെടി വെച്ചിട്ടുണ്ട് ഈ കുളത്തിൻ്റെ കേട്ടോ. ഇങ്ങനെ നമ്മൾ കണ്ടു മടുക്കുമ്പോൾ വേറെ ചെടി വെക്കും. പിന്നെ നമ്മൾ ചീര നട്ടതിൽ ഇവിടെ വലിയൊരു ചീര ഉണ്ടായില്ല. അതിൻ്റെ ഇടയിൽ കുറച്ച് ഉഷാറായിട്ടുള്ള ഒരു ചീര ഉണ്ടായത്. അത് നമ്മൾ വിത്തിന് നിർത്തിക്കാട്ടോ. അതിനൊരു ഇലപ്പുള്ളി രോഗം വന്നിട്ടുണ്ട്. എന്നാലും നമ്മളതിൽ നിന്ന് വിത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വിത്തായി ഒന്ന് കിട്ടുമായിരുന്നു. ഇത് കണ്ട ഈ വഴുതനങ്ങൾക്ക് ഒരു കേടുണ്ട് കേട്ടോ. ഇതിൻ്റെ തണ്ടിങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ പുഴുവാണ് കേട്ടോ. ആ പുഴുവിനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ആ പുഴു. നല്ല തണ്ട് തുറന്ന് ഇത് നാശമാക്കുകയാണ്. ഇതിൻ്റെ ഈ ഇതിൻ്റെ ഉള്ളിലൊക്കെ പുഴുണ്ട്. നമ്മളത് മുറിച്ച് ഇടാതെ അതിൻ്റെ ആ രോഗം മാറില്ല. ഇവിടെയൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഇത് പുഴുവാണ്. നമ്മൾ ആ പുഴുവിനെ നമ്മളെടുത്ത് കളയാണ് നല്ലത്. നമ്മളത് നേരാവെന്ന് കരുതിയിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ അത് ഒരിക്കലും അത് നേരാവില്ല. നിറച്ച് ഇതിൻ്റെ ഉള്ളിൽ തണ്ട് തുറന്നിട്ടാണ് ഈ പുഴുക്കൾ ഇതിൽ കയറി മുട്ടയിടുക. അത് കഴിഞ്ഞ് വിരിഞ്ഞ് പോകണം. നമ്മൾ ആ ഒരു ചെടി പറ്റാൻ നശിച്ചു പോകും. ഇതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഈ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വഴുതനങ്ങൻ്റെ ഇതുണ്ട്. അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിടിച്ചിട്ടില്ല. ഇത് കണ്ട, ഇത് നിറയെ തക്കാളിയാണ് കേട്ടോ. തക്കാളി നല്ല ഉഷാറായിട്ട് ചെറിയ തക്കാളിയാണ്. വലിയ വലിപ്പം വെക്കാത്ത തക്കാളിയാണ് കേട്ടോ. ഇത് സീറ്റ് തക്കാളിയാണ്. ഒരു മധുരമുള്ളൊരു തക്കാളിയാണ്. കറിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും ഇത് നല്ല കാപ്പിടുത്തുണ്ട്. ഇതൊരു വലിയൊരു നെല്ലിക്കൻ്റെ അത്ര വലുതാവുള്ളൂ. നമ്മളെ കോഴിച്ചീര ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ടാകുന്നുണ്ട്. ഇതുണ്ടോ, അതൊക്കെ നല്ല പൂ വിരിഞ്ഞിട്ടുണ്ട്.
ഇവിടെയൊക്കെ പൂ ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് ഈ കാക്കപ്പൂ കേട്ടോ, പോപ്പിൻസ് എന്ന് പറയും. ഇത് ഒരൊറ്റ കളറാണ്. നല്ല ഭംഗിയായിട്ട് നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. പിന്നെ 10 മണീൻ്റെ സമയമായി. 10 മണി വരുന്നിട്ടുണ്ട്. 10 മണി നല്ല ഒരൊറ്റ കളറുള്ളൂ ഇതിൽ. അപ്പുറത്തൊക്കെ നല്ല വേറെ കളറുകളുമുണ്ട്. പിന്നെ ഇവിടെ ഒരു അത്ഭുതം കണ്ടോ, ഈ ചെറിയൊരു കമ്പ് നട്ടിട്ടുള്ളൂ കേട്ടോ. അത് ഈ സീസൺ അല്ലാത്ത സമയത്ത് ഇത് പൂവ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കാക്കപ്പൂ ഇത് വേറൊരു കളറാണ് കേട്ടോ. അതിൻ്റെ തന്നെ വേറെ പൂവ്, വേറെ കളറ്, വെള്ളയിൽ നീല ഷെയ്ഡുള്ള കേട്ടോ. പിന്നെ ഇത് കണ്ടോ, അടീനിയും നല്ല ഭംഗിയായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അടീനിയത്തുമ്മ പൂവുണ്ട്, ഇവിടെ തെച്ചിപ്പൂവുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ അവിടെ 10 മണി പൂവുണ്ട്. 10 മണി പൂ ഇങ്ങനെ വിരിഞ്ഞ് വരണുള്ളൂ കേട്ടോ, സമയമാവണുള്ളൂ. അടീനിയം ഇവിടെയും പൂവിട്ടിട്ടുണ്ട്. നല്ല പൂവാണ് കേട്ടോ. ഈ യൂഫോർബിയ കേട്ടോ, യൂഫോർബിയ ഒരു 8 കളറുണ്ട് എൻ്റെ അടുത്ത്. ഇതൊരു റോസ് കളറാണ്. ആ റോസിൽ തന്നെ വേറൊരു ചെറിയ പൂക്കളാണ് കേട്ടോ. ഈ ഒരു ചെറിയ പൂവിട്ടിങ്ങനെ വരണുള്ളൂ, ചെറിയ പൂക്കളാണെങ്കിൽ ഇത് ഉഷാറുണ്ട്. പിന്നെ തീരെ ചെറിയ കുട്ടി പൂക്കളാണ് കേട്ടോ. ചെറിയ ചെറിയ കുട്ടിപ്പൂക്കളാണ്. പിന്നെ ഇതിൻ്റെ തന്നെ വെള്ളമുണ്ട്. വെള്ളമുണ്ടോ, വെള്ളം ഒരു വേറെ പ്രത്യേക ഭംഗിയാണ് ഈ വെള്ളക്ക്. അതുപോലെ തന്നെ 10 മണി ഒരു പൂവ് വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ആകെ ഒരു പൂവാണ് വിരിഞ്ഞിട്ടുള്ളത് 10 മണിക്ക്. ഈ യൂഫോർബിയ കടും ചുവപ്പ് കളറ്. അതേസമയം തന്നെ ഇത് കുറച്ച് റോസ്, ഇത് ഒരു കുറഞ്ഞ റോസ് കളറാണ്. ചെറുപ്പത്തിലൊക്കെ ഈ തുമ്പികളിങ്ങനെ പിടിച്ച് നടന്നിരുന്നു. തുമ്പികളും പൂമ്പാറ്റകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊരു കറുത്ത തുമ്പിയാണ്. ഓണത്തുമ്പി പറഞ്ഞിട്ട് വേറെ തുമ്പിയുണ്ട്. ഇത് കണ്ടോ, ബട്ടർഫ്ലൈൻ്റെ പൂവാണ് കേട്ടോ. ബട്ടർഫ്ലൈ തൂക്കുചട്ടിയിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. തൂക്കുചട്ടിയിൽ പലവിധ ചെടികളുണ്ട്. ഇതിനിപ്പോൾ ഇവിടെ പൂവിട്ടിട്ടുള്ളത് ഇതൊരു റോസ് കളറ് പൂവാണ് കേട്ടോ. ഇത് റെഡ് കളറ്, ഇത് യെല്ലോ കളർ അടയ്ക്കുമ്പോൾ പൂ വന്നിട്ടില്ല. കുറച്ച് തിക്കായിട്ട് നിൽക്കുമ്പോൾ നമ്മളത് ഒരു ചട്ടി ഇവിടുന്ന് മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്തെങ്കിൽ നല്ല വളർച്ച ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ താഴെ നമുക്ക് തൂക്കുചട്ടിയിൽ വേണമെങ്കിൽ നടാം. കണ്ടോ, നല്ല പൂക്കളുണ്ട്, നല്ല ഭംഗിയാണിത്. ഇത് കണ്ടോ, ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. നല്ല ഒന്നായിട്ട് കൊലകൊലായിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവിന്. ഇതിൻ്റെ മഞ്ഞ കളറിന് കേട്ടോ. മഞ്ഞ കളർ നമ്മളവിടെ പിടിച്ച് വരണുള്ളൂ, പൂവായിട്ടില്ല. വേണ്ട, ഇവിടെ ഒക്കെ നമ്മൾ ചെറിയ പൂ, ഇതിപ്പോൾ ഒരാഴ്ച അതിനുണ്ടെങ്കിൽ നല്ല പൂക്കളുണ്ടാവും ഇതിന്. ഇത് നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. പിന്നെ ഇതിൻ്റെ പേര് നമുക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള, ഒരുപാട് ദിവസം ഒരു മാസമൊക്കെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പൂക്കൾ. നല്ല ഭംഗിയുള്ള പൂക്കളാണിത്. ഇത് ജമന്തി, ഒരുപാടായി ഇത് മുട്ടിട്ടിട്ട് ഇങ്ങനെ നിൽക്കണം. വിരിയാൻ ഇപ്പോഴും ആയിട്ടില്ല. ഇതിൻ്റെ പേരറിയില്ലെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതിൻ്റെ ഒരു 4-5 കളറുണ്ട് എൻ്റെ അടുത്ത്. ഇത് കണ്ടോ, ഇതിൻ്റെ പൂക്കൾ ഇത് ഇങ്ങനെ തന്നെ വിരിയ കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഇത് നല്ല ഉഷാറായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള നല്ല റെഡ് കളർ പൂക്കളാണ്. ഇത് കണ്ടോ, നമുക്ക് തൂക്കുചട്ടിയിലും നിലത്ത് വേറെ അങ്ങനെ ഇതിനും നടാം കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല നീല കളറാണ്. പക്ഷേ ഇത് സൈഡുള്ള സ്ഥലത്ത്, വെയിൽ കൊള്ളാത്ത സ്ഥലത്തായിരുന്നെങ്കിൽ ഇത് പച്ച കളറാണ്. സാഹചര്യത്തിനനുസരിച്ചാണ് അതിൻ്റെ കളറ്. ഇത് ബിഗോണിയ, നല്ല പൂക്കളുണ്ടാകുന്നുണ്ട്. ഇവിടെയുണ്ട് ബിഗോണിയ. അതിൻ്റെ അപ്പുറത്ത് വേറൊരു സൈസ് ബിഗോണിയ ഉണ്ട്. ഇവിടെയും ഇതും ബിഗോണിയാണ് കേട്ടോ. ഇത് വേറൊരു ബിഗോണിയാണ്. കണ്ടോ, ചേമ്പ് കലേഡിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഇലകളാണ്. ഇതും നല്ല ഭംഗിയുള്ള ഇലകളാണ്. കണ്ടോ, ഇത് അഗ്ലോണിമ കളക്ഷനാണ് ഇവിടെ.
ഫുള്ള ഗ്ലോണിങ്ങാണ്. ഈ സൈഡിലൊക്കെ ഗ്ലോണിങ്. ഇത് കണ്ടോ, ഭാഗത്തൊക്കെ ഗ്ലോണിങ് നല്ല ഷാറായിട്ടുണ്ടാവുന്നുണ്ട്. നമ്മൾ ഓർക്കിഡ് കളക്ഷനാണ് കേട്ടോ. ഓർക്കിഡിൻ്റെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇത് കണ്ടോ. ഒരു 6 കളറ് കൂടുതലുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. എല്ലാം വിരിഞ്ഞിട്ടില്ല. ഓർക്കിഡൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വരണുള്ളൂ, പൂക്കൾ ഫുള്ളായിട്ടില്ല. ഈ സൈഡിലൊക്കെ നല്ല പൂക്കളുണ്ട്. ഇത് വിരിഞ്ഞ് വരണുള്ളൂ. ഇതൊരു മഞ്ഞ കളറാണിത്. ഇത് ബിഗോണിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും. ഇത് നമ്മൾ ഇങ്ങനെ ഇതിന് നല്ല വെയിൽ പറ്റില്ല, ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കണം. പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകും. ഇത് ചേമ്പ് വർഗത്തിൽ പെട്ടാണ് ഇത് രണ്ടും. ഇതൊക്കെ നല്ല നമ്മൾ അഗ്ലോണിമ തൈകളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അഗ്ലോണിമിൻ്റെ തൈകളാണിത്. നമ്മൾ ഇവിടെ ഇങ്ങനെ സൈഡിലൊരു കുളത്തിൻ്റെ സൈഡിലൊക്കെ നടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. അപ്പുറത്ത് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്, അതുപോലെ തന്നെ യൂഫോബിയ ഉണ്ട്. ഒക്കെ തൈകൾ പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അവിടെ ബോൾസ് ഉണ്ട്, കാശിത്തുമ്പട്ടോ പൂട്ട് വരുന്നുണ്ട്. അതിൻ്റെ തന്നെ ബോൾസാണ് വേറെ. രണ്ടും ഒരു പേരാണോന്ന് അറിയില്ല. ഇനിയിപ്പോൾ കാശിത്തുമ്പക്ക് ബോൾസാന്ന് പേരറിയില്ല. അത് ഇതിന് വേറെ ബോൾസാന്ന് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഇതൊരു ഇലച്ചെടിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒന്നായിട്ട് നട്ടതാണിത്. ഇവിടെ ഇത് പിന്നെ എന്തായാലും പേര് ഞാൻ മറന്നു. അതിലിങ്ങനെ വരുന്നുണ്ട്, പക്ഷേ ആ പേര് എന്താ പറയുക, അഗ്ലോണിമ ഉണ്ട് അവിടെ. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ മുൻപ് ഞങ്ങൾ കാണിച്ചാണുള്ളത്. ഇത് നല്ല ഷാറായിട്ടോ ചെറിയൊരു പാത്രത്തിലാണിത് കൂടുന്നത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതിപ്പോൾ തയ്യെ പിടിപ്പിച്ചാണ് കേട്ടോ. നമ്മളൊരു കടലാസിൻ്റെ മാതിരിയാണ് ഇതിൻ്റെ ഇല കാണാൻ. നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ഇതിങ്ങനെ കാണുമ്പോൾ ചോദിക്കുന്നത് പ്ലാസ്റ്റിക് ആണോ. ഒരു ലൈവ് പ്ലാന്റ് തന്നെയാണ്, പേരറിയില്ല. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിൽ കൂടുതൽ വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ എൻ്റെ വീഡിയോകളൊക്കെ ആർക്കും കാണാൻ സഹായമാവുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ സഹായമാവും. ഇതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്നുകൂടി പറയാണ്, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരോളാം. എല്ലാവർക്കും നമസ്കാരം.